സൂറത്തുൽ മാഇദയിലെ 90-91 ആയത്തുകൾ അല്ലാഹു റബ്ബുൽ ആലമീന്റെ ഭാഗത്തു നിന്ന് വന്ന ഏറെ വിപ്ലവകരമായ ഒരു നിമിഷത്തെക്കുറിച്ച് പ്രതിപാദിക്കുകയാണ്. മനുഷ്യകുലത്തിന്റെ ചരിത്രത്തിൽ അത്രമേൽ അവരെ മാറ്റിമറിച്ച, ഉത്കൃഷ്ട സമൂഹമാക്കി മാറ്റാനുള്ള ഏറ്റവും മനോഹരമായ ഒരു നിമിഷാർദ്ധത്തെക്കുറിച്ച് അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ആയത്തുകളിൽ വിശദീകരിക്കുന്നുണ്ട്. അറബികളെ കുറിച്ചൊക്കെ ചരിത്രകാരന്മാർ പറയുന്നൊരു വാക്കുണ്ട്, 99% അറബികളും മദ്യാസക്തരായിരുന്നു എന്നാണ്. അവർക്ക് ഏറെ പ്രിയപ്പെട്ട 3 ഡബ്ല്യുകളുണ്ട്, 3 ഡബ്ല്യൂസ്. അതവർക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ്. വാ, വുമൻ, വൈൻ. യുദ്ധം, അതുപോലെ തന്നെ മദ്യം, പെണ്ണ്. ഈ 3നോടും ഭയങ്കര ആസക്തിയുള്ള ആളുകളായിരുന്നത്രേ പഴയകാല അറബികളെന്ന് ചരിത്രകാരന്മാർ പോലും ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തിനേറെ അവരെ കുറിച്ച് പാടുന്ന ചില കവിതകളിൽ ഇങ്ങനെ കാണാം: മരിച്ചാൽ ഞങ്ങളെ എവിടെ മറമാടണം, എവിടെ കുഴിച്ചിടണം. അവര് പറയാറുള്ളത്, ഏതെങ്കിലുമൊക്കെ ഒരു മുന്തിരിച്ചെടിയുടെ വള്ളി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ അതിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി ഞങ്ങളെ കുഴിച്ചിടണം. ആ കബറിനകത്ത് കിടന്ന് ഞങ്ങൾക്ക് ആ മദ്യം ഇങ്ങനെ കുടിച്ച് രസിക്കാമല്ലോ എന്നാണ്. അത്രമേൽ മദ്യാസക്തരായ ഒരു സമൂഹത്തെ അല്ലാഹു റബ്ബുൽ ആലമീൻ മാറ്റിയെടുക്കുന്ന കാഴ്ചയാണ്. ഈ ആയത്തിങ്ങനെ ഇറങ്ങുമ്പോൾ അബ്കാരി കോൺട്രാക്ടർമാരായ ഒരുപാട് സ്വഹാബത്തുണ്ടായിരുന്നു. ഈ സ്വഹാബത്തൊക്കെ ആ മദ്യത്തിന്റെ ബാരലുകൾ മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ഒഴുക്കിക്കളയുന്ന കാഴ്ചയും അവിടെ ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു പറയാൻ, ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. ഈ മദ്യവും ചൂതാട്ടവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പിശാചിന്റെ ദുർബോധനങ്ങളിൽ പെട്ടതാണെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. അതിനെ നിങ്ങൾ ഉപേക്ഷിക്കണേ, അതിനെ പാടെ വെടിയണേ, എങ്കിലേ നിങ്ങൾ വിജയികളാകൂ എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. എന്നിട്ടുള്ള പറയുന്നുണ്ട്, ഇന്നമാ യുരീദു ശൈത്താൻ അയ്യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഹ് ഫിൽ ഖംരി വൽ മൈസിർ. നിങ്ങൾക്കിടയിൽ ദേഷ്യവും വൈകാരികപരമായ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് പിശാചാണ്. ആ പിശാച് അതിനെ കണ്ടെത്തിയ ഏറ്റവും അവനിഷ്ടപ്പെട്ടൊരു വഴിയാണ് മദ്യവും ചൂതാട്ടവും എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ ഖുർആനിലൂടെ വളരെ മനോഹരമായി മദ്യത്തിന്റെ, ലഹരിയുടെ അപകടം നമുക്കിങ്ങനെ വരച്ചു കാണിച്ചു തരികയാണ്. എല്ലാ ലഹരിയും, പല ലഹരികളും അപകടത്തിലാണ് അല്ലേ? പല ലഹരികളും നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നത് അപകടങ്ങളിലേക്കാണ്. ഇപ്പൊ സമ്പത്ത് ഒരു ലഹരിയായി കഴിഞ്ഞാൽ ബന്ധങ്ങൾ പോലും അറ്റുപോകാറുണ്ട്. സമ്പത്തിന്റെ പേരിൽ തമ്മിൽ തെല്ലുന്നവർ, മാതാപിതാക്കളെ പോലും സമ്പത്തിന്റെ പേരിൽ കൈയൊഴിയുന്ന മക്കൾ, കുടുംബ ബന്ധങ്ങൾക്ക് പോലും വിലയില്ലാതായി. നമുക്ക് ഇന്ന് വരെ നിസ്കാരത്തിൽ ഒരു ആസ്വാദനം കിട്ടിയിട്ടുണ്ടോ? അതിന്റെ കാരണം എന്താണ്? നമ്മൾ സമ്പത്തിനെ ലഹരിയായി കണ്ടുപോയത് കൊണ്ടാണ്. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നാശമാണെന്നാണ്, നിസ്കരിക്കാത്തവർക്കല്ല. എന്തേ കാരണം? സമ്പത്ത് ലഹരിയായി പോയി. നമ്മൾ പലപ്പോഴും ഇങ്ങനെ പാടാറില്ലേ, അള്ളയെ മാത്രം കൊള്ളടോ, മറ്റതെല്ലാം റോട്ടിൽ തള്ളടോ, അള്ളയുണ്ടെങ്കിലുണ്ട് സർവ്വതും, ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ. അള്ള ഉണ്ടെങ്കിൽ അല്ലാണ്ട് എന്നാണ്. അള്ളാനെ മാത്രം കൊള്ളാൻ പറയുന്നിടത്തും അള്ളാനെ കൊള്ളാൻ പറ്റാതെ പോകുന്നത് സമ്പത്ത് കൽബിലേക്ക് കയറിയതുകൊണ്ടാണ്. സമ്പത്ത് വേണ്ടേ? സമ്പത്ത് വേണം, പക്ഷെ അത് ഹൃദയത്തിലേക്ക് കയറാൻ പാടില്ല, അതൊരു ലഹരിയായി മാറാൻ പാടില്ല. അവിടെയാണ് അള്ളാഹുവിനെ കിട്ടുന്ന മനുഷ്യനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് സയ്യിദുനാ റസൂലുള്ളാഹ്. അതുപോലെ തന്നെ ഫോൺ ഒരു അഡിക്ഷനായി മാറിയാൽ, ലഹരിയായി മാറിയാൽ നമ്മുടെ ബുദ്ധിയെപ്പോലും ഭ്രമിപ്പിച്ചു കളയുന്നതാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, പാതിരാത്രി വന്ന എനിക്ക് വന്നൊരു ഫോൺ കോളിനെ കുറിച്ച്. ഏതാണ്ടൊരു 12-1 മണി സമയമൊക്കെ ആയിട്ടുണ്ടാവും. എനിക്കേറെ പരിചയമുള്ളൊരു സഹോദരൻ ഫോൺ ചെയ്യാൻ. ഞാനപ്പോ ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയ നിമിഷം ഫോൺ പെട്ടെന്ന് ചാടിയെടുക്കുകയാണ്. ഉസ്താദ്, എന്റെ മകൻ ഒളിച്ചോടിപ്പോയി എന്നാ പറഞ്ഞത്. ആ കുട്ടി എനിക്ക് പരിചയമുണ്ട്. കാരണം 10th കഴിഞ്ഞപ്പോ അവനൊരു കൗൺസിലിങ്ങിന് എന്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഏത് കോഴ്സ് എടുക്കണം, സയൻസ് വേണോ, ഹ്യൂമാനിറ്റീസ് വേണോ, കൊമേഴ്സ് വേണോ? അവന് 8A+ കിട്ടിപ്പോയി. 8A+ എങ്ങനെ കിട്ടിയെന്നാണ്, അതൊരു കിട്ടിയത് അഭിമാനമായിട്ടല്ല, എങ്ങനെയൊക്കെയോ കിട്ടിയെന്നാണ്. അപ്പൊ അവന്റെ പാരന്റ്സ് തീരുമാനിക്കാണ്, 8A+ ഉണ്ടെങ്കിൽ എന്തായാലും സയൻസ് തന്നെ എടുക്കണം. അപ്പൊ ആ കുട്ടിക്ക്, എനിക്ക് സയൻസ് വേണ്ട, അത്രയൊന്നും കഴിവ് എനിക്കില്ല എന്നുള്ളൊരു ബോധം അവനുണ്ടായിരിക്കെ ഞാൻ എന്തെടുക്കണം എന്നുള്ളൊരു ചിന്തയിൽ എൻ്റെ മുമ്പിൽ വന്നപ്പോൾ എല്ലാം കൊണ്ട് നോക്കിയപ്പോൾ അവന് സുഖമായിട്ട് പഠിക്കാൻ പറ്റിയത് ഹ്യൂമാനിറ്റീസ് ആണ്.
ഹ്യൂമാനിറ്റീസ് മോശം സബ്ജക്റ്റ് അല്ല, കളക്ഷാവൻ ഹ്യൂമാനിറ്റീസ് മതി. നമുക്ക് എന്തെല്ലാം കോഴ്സുകൾ, ഒരു വേള സയൻസ് പഠിച്ച് ഡോക്ടറോ എഞ്ചിനീയറോ ആകുന്നതിനേക്കാൾ ഒരുപാട് ഓപ്ഷൻസ് ഹ്യൂമാനിറ്റീസിന് മുമ്പിൽ ഇങ്ങനെ തുറന്നു കിടക്കുകയാണ്. എന്തോരം ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ ഹ്യൂമാനിറ്റീസ് എടുക്കൽ 8+ കിട്ടിയ കുട്ടി എങ്ങനെ ഹ്യൂമാനിറ്റീസ് എടുക്കുന്നത്? അങ്ങനെ കുറെ അബദ്ധധാരണകൾ മാതാപിതാക്കൾക്ക് വന്നുപോയി. അങ്ങനെ അവരെ കൊണ്ട് സയൻസ് എടുപ്പിച്ച് വലിയൊരു ബേർഡൻ അവരുടെ തലയിൽ വെച്ചു കൊടുത്തിട്ട് ജീവിതം തകർത്ത് കളഞ്ഞ ഒരുപാട് മാതാപിതാക്കളുണ്ട്. കുട്ടികൾ സെലക്ട് ചെയ്യട്ടെ, അവരുടെ ഡ്രീം അവർ ക്യാപ്ചർ ചെയ്യട്ടെ, നിങ്ങൾ അവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ആ കുട്ടിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. ഉസ്താദ് അങ്ങനെയാണ് പറഞ്ഞത്, നീ സയൻസ് തന്നെ എടുത്താൽ എന്ന് പറഞ്ഞിട്ട് സയൻസ് ഒക്കെ എടുപ്പിച്ചു. ഇരിക്കട്ടെ. അങ്ങനെ 10ാം ക്ലാസ്സിൽ 8+ കിട്ടിയപ്പോൾ ഉമ്മാടെ ഒരു സമ്മാനം ഒരു മൊബൈൽ ഫോണായിരുന്നു. അവനതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. സുബഹിക്ക് വരെ ജമാഅത്തിന് പോയിരുന്ന കുട്ടി, പിന്നീട് അവന്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളാണ് ഈ മൊബൈൽ ഫോൺ ഒരു കാരണമായി തീർന്നത്. വാപ്പാടെ സമ്മതമില്ലാതെ ഉമ്മ അങ്ങ് വാങ്ങിക്കൊടുത്തു. ശരി, ഇരിക്കട്ടെ. അതെങ്ങനെയാണ് അതിന്റെ പ്രവർത്തനം, അതിന്റെ യൂസേജ് എങ്ങനെയാണെന്ന് അറിയുന്ന മാതാപിതാക്കളാകണ്ടേ? അവർക്കറിയില്ല. അവർക്കിതെന്താണ് സംഭവിക്കുന്നത് പോലും അറിയില്ല. അവൻ റൂമിന്റെ അകത്ത് അടച്ചുപൂട്ടിയിരുന്ന് എപ്പോഴും മൊബൈൽ ഉപയോഗം. അവൻ ആങ്സൈറ്റി ലെവൽ കൂടാൻ തുടങ്ങി, പെട്ടെന്ന് ദേഷ്യപ്പെടും, പ്രശ്നങ്ങളായി. അങ്ങനെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരിക്കെ ഇവന്റെ വിഷയങ്ങളൊക്കെ എന്നോട് ഇത് പ്രതിപാദിക്കാറുണ്ട്. പെട്ടെന്നാണ് അവൻ ഒളിച്ചോടി പോണത്. ഞാൻ വീട്ടിലേക്ക് ചെന്നു, ഫോൺ അവിടെ വെച്ചിട്ടാണ് അവൻ പോകുന്നത്. നോക്കുമ്പോൾ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം എല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവൻ എവിടെയാണ്, അല്ലെങ്കിൽ ഇവൻ എന്താണെന്ന് കണ്ടുപിടിക്കാൻ നമ്മുടെ മുമ്പിൽ ഒരു ഓപ്ഷൻ ഇല്ല. പതിയെ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ക്രോമിൽ കയറി നോക്കി, ബ്രൗസ് ഹിസ്റ്ററി നോക്കുമ്പോഴാണ് ഞെട്ടിപ്പോകുന്നത്. അവൻ സെർച്ച് ചെയ്തിട്ടുള്ളത് മുഴുവൻ പോണോഗ്രഫിയെ കുറിച്ചാണ്. അതിൽ ചില വേർഡ്സ് അവൻ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പറയല് പ്രയാസാൻ. സെക്സ് വിത്ത് മദർ, സെക്സ് വിത്ത് സിസ്റ്റർ. പച്ചയ്ക്ക് സ്വന്തം ഉമ്മയെയും സ്വന്തം പെങ്ങളെയും ആ കണ്ണിൽ കാണാൻ മാത്രം അവന്റെ ബുദ്ധിയെ മരവിപ്പിച്ചു കളഞ്ഞത് അമിതമായ ഫോൺ ഉപയോഗമാണ്. ഇപ്പൊ ചില ലഹരികൾ അതെന്തിലാണെങ്കിലും അപകടമാണ്. ഇപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ഫോൺ കൊടുക്കേണ്ട ഒരു അത്യാവശ്യ ഘട്ടം ഉണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ മാതാപിതാക്കൾക്ക് അറിയണം. ചില മാതാപിതാക്കൾ അബദ്ധധാരണയിലാണ്. എന്റെ കുട്ടി അങ്ങനെയൊന്നും ഉണ്ടാവൂല. നമ്മുടെ കുട്ടികളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ എന്റെ പിള്ളേനെ കുറിച്ച് നിങ്ങൾ പറയണ്ട, ഇവിടെ ഉണ്ട്, നമ്മുടെ ഈ പള്ളിയിലും ഇല്ലേ എത്ര പേര്. നമ്മളിൽ ആരെങ്കിലും ഒക്കെ ആയിരിക്കാം അങ്ങനെ. നമ്മുടെ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തു, ആരെങ്കിലും അത് നമ്മളോട് തുറന്നു പറയുമ്പോൾ നമ്മൾ അവരെ ചീത്ത പറയും. എന്റെ കുഞ്ഞ് അങ്ങനെയൊന്നും ചെയ്യൂല എന്ന്. എല്ലാ മനുഷ്യനും ചെയ്യും. ആ കോലത്തിലാണ് അവനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ ധാർമ്മികമായ അവബോധം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അള്ളാഹു നമ്മുടെ പൊന്നുമക്കളെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. അങ്ങനെ ഒരുപാട് ലഹരികൾ, വാഹനം ഡ്രൈവിംഗ് ഒരു ലഹരിയാക്കി എടുത്ത കുറെ ആളുകളുണ്ട് അല്ലെ. നിയമം നോക്കൂല, ഒന്നും നോക്കൂല. ഓവർ സ്പീഡ്, എന്തെങ്കിലുമൊക്കെ ഒരു അപകടം വരുമ്പോഴായിരിക്കും ആ ലഹരിയുടെ ബോധം തിരിച്ചറിയുന്നത്. അതുപോലെ തന്നെ മദ്യം എല്ലാ തിന്മകളുടെയും മാതാവാണ് ലഹരിയെന്ന് സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹ്. സ്വന്തം മാതാവിന്റെ കഴുത്തിൽ കത്തിവെക്കാൻ താമരശ്ശേരിയിലുള്ള ആ ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ആ കുട്ടിക്ക് പ്രേരണ നൽകിയത് ലഹരിയായിരുന്നു എന്നാണ്. ബുദ്ധിയെ മരവിപ്പിച്ച് കളയും സയ്യിദുനാ റസൂലുള്ളാഹ്. ഇപ്പൊ ഞാന് കഴിഞ്ഞ ആഴ്ച, ഒരാഴ്ച ആയിട്ടില്ല, ഞാനൊരു ഹോട്ടലിൽ ഇങ്ങനെ ഫുഡ് കഴിച്ചിട്ട് കുറച്ചേക്ക് ഇറങ്ങുമ്പോ എനിക്കേറെ പരിചയമുള്ള ആളാണ് അതിന്റെ ഓണർ. അതെ, നമ്മുടെ പിള്ളേരുടെ അവസ്ഥ കണ്ടില്ലേ? ഒരു ഫോട്ടോ എന്നെ കാണിച്ചു തരാണ്, ഒരു പത്ര കട്ടിങ്. നമ്മുടെ കുട്ടികൾ, നമ്മുടെ ഉമ്മത്തിലെ കുട്ടികൾ MDMA ക്യാരി ചെയ്തതിന്റെ പേരിൽ അറസ്റ്റിലായ നല്ല സുമുഖനായ ചെറുപ്പക്കാരൻ. ഞാനത് ഇങ്ങനെ നോക്കുമ്പോൾ വല്ലാഹി ഞെട്ടിപ്പോവാൻ. എനിക്കേറെ പരിചയമുള്ള സുമുഖനായ ആക്റ്റീവായ ഒരു ചെറുപ്പക്കാരൻ. ഒരിക്കലും ഈ ഒരു കേസിലേക്ക് അവന് പെട്ടുപോകുമെന്ന് ഒരു 1% ചിന്തിക്കാൻ ഒരു അവസരം തരാത്ത ചെറുപ്പക്കാരൻ. അത്രമേൽ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. യാ റബ്ബി, ഇത് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോവാൻ. ഞാൻ സ്ഥലമൊന്നും പറയണില്ല. അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്തയാണ്. MDMA ക്യാരി ചെയ്തതിന്റെ പേരിൽ അറസ്റ്റിലായിരിക്കുന്നു. ഇതോടുകൂടെ അവന്റെ ഭാര്യയും ആ കുഞ്ഞൊക്കെ തനിച്ചായി പോയില്ലേ? ചെറിയ കൈക്കുഞ്ഞാൻ. മുന്നോട്ടെന്താണ് വരാൻ പോകുന്നത് എന്ന് ചിന്തിക്കാതെ ഇതിന്റെ പിന്നാലെ ഓടി തിമിർക്കുന്ന യുവത്വമേ, നിങ്ങളോട് അല്ലാഹ് പറയാൻ, ഇതിനെ ഉപേക്ഷിക്കണം. ലഅല്ലകും തുഫ്ലിഹൂൻ. ഇല്ലെങ്കിൽ നിങ്ങൾ തോറ്റുപോകും, നിങ്ങൾ തകർന്നു പോകും. അല്ലാഹു റബ്ബുൽ ആലമീൻ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ സന്താനങ്ങളെ, നമ്മുടെ പരമ്പരയെ തന്നെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇപ്പൊ കഴിഞ്ഞ കൊല്ലം ഏതാണ്ട് ഇതേ സമയത്തൊക്കെ തന്നെയാണ് ഒരു അധ്യാപകൻ ഒരു പെൺകുട്ടിയെ കൊല ചെയ്തതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അല്ലെ. എന്താ അതിന്റെ പിന്നിലെ മോട്ടീവ് എന്തായിരുന്നു? അതിന്റെ കാരണം എന്തായിരുന്നു? ശരിക്കും ലഹരിയായിരുന്നു അല്ലെ. ലഹരി തലക്ക് പിടിച്ചപ്പോ എല്ലാം മറന്നു. അധ്യാപകൻ കുട്ടികളിലേക്ക് വെളിച്ചം പകർന്നു കൊടുക്കേണ്ടവൻ, ധാർമ്മിക മൂല്യങ്ങളെ പകർന്നു കൊടുക്കേണ്ടവൻ. ഗു എന്ന് പറഞ്ഞാൽ അന്ധകാരമാണ് സംസ്കൃതത്തിൽ. രു എന്ന് പറഞ്ഞാൽ വെളിച്ചം പകരുക എന്നുള്ളതാണ്.
ഇപ്പോ ഇരുട്ടിൽ നിന്ന് വെളിച്ചം പകരേണ്ട അധ്യാപകം തന്നെ മദ്യാസക്തനായി, ലഹരിക്കടിമയായി, മറ്റൊരാളുടെ നെഞ്ചിലേക്ക് കടാരകൾ വീണ്ടും വീണ്ടും കുത്തിയിറക്കുന്ന നിലയിലേക്ക് തകർന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആരാണ് എൻലൈറ്റ്മെന്റിന് നമ്മുടെ മുമ്പിൽ ഒരു മാതൃകയായി കാണിക്കാനുള്ളത്? അതുകൊണ്ട് നിങ്ങൾ ഈ ഭാഗത്തേക്കേ ചിന്തിക്കരുത്, നിങ്ങൾ തകർന്നു പോകുമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. ഇതൊരു കുടുംബത്തിന്റെയോ ഒരു ഏരിയയുടെയോ പ്രശ്നമല്ല, സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള സുരക്ഷിതത്വത്തെ ഇത് ബാധിക്കുന്നുണ്ട്. ഗവൺമെന്റുകൾ എല്ലായിടത്തും ബെവറേജസിന്റെ ഔട്ട്ലെറ്റുകൾ ഇങ്ങനെ തുറക്കാൻ നോക്കുകയാണ്. എല്ലായിടത്തും ഒരു സ്ഥലം കിട്ടി അവിടെ ഔട്ട്ലെറ്റ് വരാം. ഈ ഔട്ട്ലെറ്റുകൾ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും കുടുംബത്തിന്റെ മാത്രം പ്രശ്നമല്ല അത്. അവിടെ നിന്ന് കള്ളു കുടിച്ചിറങ്ങുന്നവൻ മൊത്തത്തിൽ സാമൂഹികമായി തന്നെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന, ജനങ്ങളുടെ സുരക്ഷിതത്വത്തെ ബാധിക്കുന്ന ഒരാളായി മാറുകയാണ്. ഇപ്പൊ കള്ളിലൂടെ, മദ്യത്തിലൂടെ ഗവൺമെന്റിന് എന്ത് വരുമാനം കിട്ടുന്നു എന്ന് പറഞ്ഞാലും ഈ മദ്യം കഴിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അതിലേറെ പണം വേണ്ടി വരും അല്ലേ? അത് ഞാൻ ഒരു ഗവൺമെന്റ് എന്ന നിലക്ക് പറയല്ല, എല്ലാവരും. ഇവിടെ ആരാ നിരോധിക്കാൻ നോക്കിയത്? എന്നിട്ട് എന്താ ഇവിടെ നടന്നത്? എല്ലാവരെയും ഉദ്ദേശിച്ച് തന്നെ പറയണം. ഉസ്താദ് ഇന്ന ആളെ പറഞ്ഞു എന്നൊന്നും പറയണ്ട. അല്ലാഹു ഖുർആനിൽ ശക്തമായി പറയുന്നുണ്ട്, ഇന്നമാ യുരീദു ശൈത്താൻ അയ്യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ. നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്ന, വികാരത്തിന് അടിമപ്പെടുത്തുന്ന പിശാച് അതിന് കണ്ടെത്തിയ വഴി മദ്യവും ചൂതാട്ടവുമാണെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. ഇപ്പൊ പടച്ചോൻ ഹംറ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ഹംറിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇതിലേറ്റവും ചെറിയൊരു അർത്ഥമുണ്ട്, അതൊരു മുന്തിരിക്കള്ള് എന്നാണ്. കള്ളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറുത് എന്ന് നമ്മൾ കരുതുന്ന ഈ വൈൻ ഉണ്ടല്ലോ, വൈൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ എന്താ കുഴപ്പം? അതിനെപ്പോലും പാടെ നിഷേധിച്ചു കളയുന്ന, തൊടുക പോലും ചെയ്യരുത്, സമീപിക്കുക പോലും ചെയ്യരുത് എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ അത് അപകടത്തിലേക്ക് നയിക്കുന്നതാണ്. വൈനല്ലേ, അതിനെപ്പോലും മാറ്റി നിർത്തണമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. മഹാനായ സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലിയുടെയും ഫാത്തിമയുടെയും കല്യാണം ഉറപ്പിച്ചു. അലി റളിയല്ലാഹു അൻഹുവിന് വല്ലാത്തൊരാഗ്രഹം, വലീമത്ത് കൊടുക്കണം. എന്താണ് വലീമത്ത് എന്ന് പറഞ്ഞാൽ? നിക്കാഹിന് ശേഷം അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷം എല്ലാവരെയും വിളിച്ചു കൊടുക്കുന്ന നല്ലൊരു സദ്യക്കാണ് വലീമത്ത്. അത് സുന്നത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മുത്തുനബിയുടെ സുന്നത്താണ്. നല്ല ഭക്ഷണം കൊടുക്കണം, അമിതമാകരുത്, വേസ്റ്റ് ആകരുത്, നല്ല നിലക്ക് വരുന്നവരെ നന്നായി സ്വീകരിക്കണം, സൽക്കരിക്കണം, അതൊക്കെ ശരിയാണ്. പക്ഷെ അതിന്റെ പേരിൽ പേക്കൂത്തുകൾ കടന്നു വരുമ്പോഴാണ് ആ ജീവിതമാകപ്പാടെ തകർന്നു പോണത്, അള്ളാന്റെ തിരുനോട്ടം ഇല്ലാതായി തീരുന്നത്. അപ്പൊ അലി റളിയല്ലാഹു അൻഹു വലീമത്ത് കൊടുക്കാനായിട്ട് പണം അന്വേഷിക്കുമ്പോൾ ഒന്നുമില്ല കയ്യില്. ഉള്ളതൊക്കെ തപ്പിപ്പറക്കി ഒരു ഒട്ടകത്തെ മേടിക്കുകയാണ്. ഒട്ടകത്തെ കൊണ്ടുപോയി കിട്ടുന്നത് ഒരു മദ്യഷാപ്പിന്റെ മുമ്പിലാണ്. അന്ന് സയ്യിദുന ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല. വെള്ളമടിക്കാൻ വേണ്ടി ഷാപ്പിലേക്ക് വരികയാണ്. അങ്ങനെ മദ്യശാലയിൽ കയറി നന്നായി ഇങ്ങനെ വെള്ളം അടിച്ചിരിക്കുമ്പോ അവിടെ മദ്യം വിളമ്പുന്ന പെണ്ണ് പറയുന്നുണ്ട്, ആ കാണുന്ന ഒട്ടകത്തെ കൊണ്ടുവന്ന് കെട്ടിയത് അലി ഇബ്നു അബീ ത്വാലിബാണ്. അലിയാണോ? എന്നാൽ ആ ഒട്ടകത്തെ ഇന്ന് അറുത്തങ്ങ് ശാപ്പിടണം. ഒട്ടകത്തെ അവിടെ വെച്ച് മുറിച്ചു, കഷ്ണങ്ങളാക്കി നന്നായി ഫുഡ് അടിച്ചു. ഇതറിയുന്നുണ്ട് സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അലിയാർക്ക് വല്ലാത്ത സങ്കടമായി. കയ്യിൽ പൈസ ഉണ്ടായിട്ടൊന്നും അല്ല ഈ പരിപാടിക്ക് ഇറങ്ങിയത്. എന്നാലും മുത്തുനബിയുടെ സുന്നത്ത് അനുഷ്ഠിക്കണമല്ലോ. റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് സങ്കടവുമായി ചെന്നു. യാ റസൂലല്ലാഹ്, കല്യാണത്തിന് വേണ്ടി കെട്ടിയിട്ട ഒട്ടകമാണ്. ഹംസ അതിനെ ആകെ മുറിച്ച് കഷ്ണങ്ങളാക്കിയല്ലോ നബിയെ, ഹംസയെ കൊണ്ടുവരൂടെ. ഹംസയെ വിളിക്കുമ്പോ ഹംസ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ആടിയാ വരുന്നത്. ആ ആടി മദ്യം ഇങ്ങനെ തലക്ക് പിടിച്ചു നിൽക്കുന്ന മനുഷ്യൻ വന്നുടനെ പറയണത്, നിങ്ങളെല്ലാവരും എന്റെ അടിമകളാണ്. ഈ തലക്ക് വെളിവില്ലാത്ത മനുഷ്യനോട് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? റസൂലുള്ളാഹ് പോകാൻ പറയാണ്. അങ്ങനെ ഒരു സമൂഹത്തോടാണ് അല്ലാഹ് ചോദിക്കുന്നത്, ഫഹൽ അൻതും മുൻതഹൂൻ. സ്വഹാബാ, നിങ്ങൾക്ക് നിർത്താനായില്ലേ സ്വഹാബാ? കള്ളികുടി മതിയായില്ലേ സ്വഹാബാ? മദ്യപാനം നിർത്താനായില്ലേ സ്വഹാബാ? ഇൻതഹൈനാ, ഞങ്ങളിതാ നിർത്തിയിരിക്കുന്നു. ഉടച്ചോനെ, അള്ളാഹുവിന്റെ നിരോധനം വരുമ്പോ ഇൻതഹൈനാ, അതായത് ഘട്ടമായിട്ട് ഒന്ന് കൊണ്ടുവരണത്. അവസാനം അല്ലാഹ് ഒരു പ്രഖ്യാപനം നടത്തുമ്പോഴത്തേക്കും ഇൻതഹൈനാ, ഇതാ ഞങ്ങൾ നിർത്തിയിരിക്കുന്നു. ബാരൽ കണക്കിന് മദ്യം അവിടെ ഒഴുക്കാണ്. അബ്കാരി കോൺട്രാക്ടർമാർ ഒരുപാടുണ്ടായിരുന്നു സഹാബത്തിന്റെ കൂട്ടത്തിൽ. അള്ളാഹ് പറഞ്ഞാൽ പിന്നെ ലാഭമല്ല, അള്ളാന്റെ തൃപ്തി. അതിനപ്പുറം ഒരു ലാഭമില്ല. ബാരൽ കണക്കിന് മദ്യം ഒഴുക്കി മദീന മദ്യപ്പുഴയായി മാറി. അള്ളാഹുവിന്റെ കൽപ്പന വന്നതോടുകൂടെ ആ സമൂഹത്തോടാണ് അല്ലാഹു റബ്ബുൽ ആലമീന്റെ കൽപ്പന വന്നത്. അതോടുകൂടെ ലോകത്തെ ഏറ്റവും ഉത്തമ ഉത്കൃഷ്ട സമൂഹമായതിനെ മാറ്റിയെടുത്തിട്ടുണ്ട് സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹ്. കണ്ടോ,
കേവലം സേവിക്കുന്നു എന്നതിലപ്പുറം ചിന്തിക്കാൻ പോലും കഴിയാത്തവണ്ണം അവരുടെ തലച്ചോറ് മരവിച്ചു പോവാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, മദ്യം കഴിക്കൽ മാത്രമല്ല തൊടുക പോലും ചെയ്യരുത് എന്ന്. മദ്യം ശരീരത്തിലുണ്ടെങ്കിൽ നജിസാണ്. നമ്മുടെ വസ്ത്രത്തിൽ എവിടെയെങ്കിലും മദ്യമായി ആ മദ്യം വെച്ചുകൊണ്ട് നിസ്കരിച്ചാൽ നിസ്കാരം പോലും ബാത്തുലാണ്, നിസ്കാരം ശരിയാകില്ല. അപ്പൊ കൈകൊണ്ട് തൊടാൻ പറ്റാത്തവണ്ണം നജിസാക്കി മാറ്റി നിർത്തേണ്ട ഒന്നാണ് മദ്യം. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അതിനെ കുടുംബത്തിലേക്ക് കയറ്റുക? അല്ലാഹു റബ്ബുൽ ആലമീൻ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഒരു പ്രഖ്യാപനമായിരുന്നു അത്. ഇപ്പൊ ലോകത്ത് ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. എബ്രഹാം ലിങ്കൺ അമേരിക്കയുടെ പ്രസിഡന്റ് ആകുന്ന സമയത്ത് ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. ഇന്നു മുതൽ അടിമത്ത സമ്പ്രദായം നിരോധിക്കാൻ. ഇനി അടിമ സമ്പ്രദായമില്ല. എന്ത് സംഭവിച്ചു? അടിമത്വമൊക്കെ നിരോധിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോ സ്വതന്ത്രരാക്കി വിട്ട അടിമകളൊക്കെ തിരിച്ചു മുതലാളിമാരുടെ അടുക്കലേക്ക് വരികയാണ്. ഞങ്ങളെ ബന്ധിക്കണേ, ഞങ്ങളെ ബന്ധിക്കണം, ഞങ്ങൾ ഇവിടെ കിടന്ന് പണിയെടുത്തോളാം, സ്വതന്ത്രരായി ജീവിക്കാൻ ഞങ്ങൾക്കറിയില്ല, സ്വതന്ത്രരായി എങ്ങനെ ജീവിക്കണമെന്നറിയില്ല, ഈ നാട്ടിലേക്ക് ഇറങ്ങിയാൽ ഞങ്ങൾക്ക് പേടിയാവുകയാണ്, ഞങ്ങളെ നിങ്ങൾ ഇവിടെ കെട്ടിയിടണമെന്ന് പറഞ്ഞു അടിമകൾ അവരുടെ വീടുകളിലേക്ക് വരികയാണ്. അവിടെയാണ് അല്ലാഹു റബ്ബുൽ ആലമീന്റെ മനോഹരമായ വിപ്ലവാത്മകമായ പ്രഖ്യാപനം. അതൊറ്റടിക്കല്ല, ഘട്ടം 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 പതിയെ 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 ആ മദ്യാസക്തിയിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒരൊറ്റ നിരോധനം. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹ്. മാറി നിന്നുകൊള്ളണം, ലഅല്ലക്കും തുഫ്ലിഹൂൻ, എങ്കിലേ വിജയിക്കൂ, ഇല്ലെങ്കിൽ തോറ്റു തുലഞ്ഞു പോകുമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. ഇത് കേൾക്കേണ്ട താമസം. ഇൻതഹൈനാ യാ റസൂലല്ലാഹ്, ഞങ്ങളിതാ വിട്ടു നബിയെ, ഇനി ആ മേഖലയിലേക്കില്ല നബിയെ, തിരിഞ്ഞു നോക്കില്ല നബിയെ. വായിൽ മദ്യമുണ്ടായിരുന്നവർ വിരല് കൊണ്ട് വായയിലേക്ക് വിരലിട്ട് ഛർദിച്ചു കളഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് വന്നു. സ്വഹാബാ റളിയല്ലാഹു അൻഹും. എത്ര കുടുംബങ്ങളാണ് ഇതിന്റെ പേരിൽ വേദന അനുഭവിക്കുന്നത്? ഉപ്പമാര് കുടിച്ചു വരുന്നതിന്റെ പേരിൽ വേദന അനുഭവിക്കുന്ന കുട്ടികൾ എത്ര പേരുണ്ട്? ഇപ്പൊ എന്റെ ശിഷ്യന്മാരായ ചില കുട്ടികൾ കോളേജിലൊക്കെ സങ്കടം. അച്ഛൻ കുടിക്കും, അച്ഛൻ കുടിക്കും, വീട്ടിലെപ്പോഴും പ്രശ്നമാണ്, സമാധാനമല്ല. ലഹരിയുടെ പിന്നാലെ പോയി ഒരു കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കിയപ്പോ ആ കുഞ്ഞിന്റെയും സങ്കടതാണ്. എങ്ങനെ വന്നടാ നിനക്ക് ഈ സ്വഭാവം, എങ്ങനെ കിട്ടി നിനക്ക്? അത്രമേൽ മാന്യനായ കുട്ടി. അവൻ കണ്ടുപിടിച്ചത് അവന്റെ അച്ഛനെയാണ്. നാണക്കേട് കൊണ്ട് അവന് നാട്ടിൽ നിൽക്കാൻ പറ്റാതെയാണ് കോയമ്പത്തൂരിലേക്ക് കോളേജിൽ അഡ്മിഷൻ എടുത്തത്. നാട്ടിൽ പഠിക്കേണ്ട കുട്ടി അവിടെ വന്ന് അഡ്മിഷൻ എടുക്കാൻ കാരണം എന്തായിരുന്നു? നാട്ടിൽ നിൽക്കാൻ പറ്റണില്ല. അച്ഛന്റെ പേര് പറഞ്ഞ എല്ലാവരും കളിയാക്കും. കുടിയന്റെ മകൻ, കുടിയന്റെ ഭാര്യ. കുടിക്കുമ്പോ നശിക്കുന്നത് അവൻ മാത്രമല്ല, അവന്റെ കുടുംബം കൂടെയാണ്. അതുകൊണ്ട് ഒഴിവാക്കണേ എന്ന് സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നെല്ലായിടത്തും സുലഭമാണ്. സ്കൂളുകളാകട്ടെ, കോളേജുകളാകട്ടെ, എല്ലാം സുലഭമായി ഇന്ന് കയ്യിൽ കിട്ടുകയാണ്. പല കുട്ടികളും ക്യാരിയേഴ്സാണ്. ഇപ്പൊ ഞാനീ പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ, എനിക്ക് ഏറ്റവും അറിയുന്ന ഒരു ചെറുപ്പക്കാരനെ പത്രത്തിൽ കണ്ടിട്ട് ഈ ആഴ്ച പത്രത്തിൽ വന്നതാണ്. ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. നമ്മുടെ മക്കൾ അതിൽ പെട്ടിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. നമ്മുടെ വിശ്വാസം മാത്രമല്ലല്ലോ, അല്ലാഹു റബ്ബുൽ ആലമീൻ പൊന്നുമക്കളെ നന്നാക്കുമാറാകട്ടെ. ഇപ്പോ കഴിഞ്ഞ ആഴ്ചയിലെ താമരശ്ശേരിയിൽ സ്വന്തം ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയത് എന്താ കാരണം? ലഹരിയായിരുന്നു. ഉമ്മയെ തിരിച്ചറിയാൻ പറ്റാത്ത, പെങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്ത, സഹോദരങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നിങ്ങളുടെ ബുദ്ധിയെ മരവിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വിഷമാണ്, അതെല്ലാ തിന്മകളുടെയും താക്കോലാണ്. സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. മുത്തുനബി ഒരു കഥ പറഞ്ഞു തരികയാണ്. സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബി തങ്ങൾ പറയാ, ഒരു ഭക്തനായ മനുഷ്യനുണ്ടായിരുന്നു. ജനങ്ങളിൽ നിന്ന് മാറി അയാൾ ഒരു കാട്ടിൽ പോയി താമസിച്ചു. എന്തിനാ? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ, ആരുടെയും ശല്യമില്ലാതെ ഇബാദത്ത് എടുക്കാൻ. പക്ഷെ നല്ല സുന്ദരനായ മനുഷ്യനായിരുന്നു. സുന്ദരനായ സുമുഖനായ മനുഷ്യൻ. അയാളെ നാട്ടിലുള്ള ഒരു പെൺകുട്ടി വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. ഇയാള് കാട്ടിൽ ഒറ്റക്കാന്നറിഞ്ഞപ്പോ ഇവള് നേരെ അങ്ങോട്ട് ചെല്ലുകയാണ്. നിങ്ങൾ എന്റെ ആഗ്രഹം ഒന്ന് സാക്ഷാത്കരിച്ചു തരണം, എന്നോടൊപ്പം ഒന്ന് ശയിക്കണം. കടന്നുപോയി ഇവിടുന്ന്, ഞാൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വന്നവനാണ്. ബനു ഇസ്രായേലിൽ നടന്നൊരു സംഭവം പുണ്യനബി പറഞ്ഞു തരാൻ, ഹദീസാട്ടോ. നീ ഇവിടെ നിന്ന് കടന്നു പോണം. വേഗം അവൾ ഇങ്ങനെ വാതിലടച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് വഴങ്ങിയില്ല എങ്കിൽ, നിങ്ങൾ എന്നെ ഉപദ്രവിച്ചു എന്ന് ഞാൻ നാട്ടുകാരോട് പറയും. അവരെല്ലാവരും കൂടെ വന്ന് നിങ്ങളെ തല്ലിക്കൊല്ലും. ഞാൻ പറയും, നിങ്ങൾ എന്റെ മേൽ കൈവച്ചു, നീ അങ്ങനെ ചെയ്യരുത്. എങ്കിൽ 3 ഓപ്ഷൻ തരാം, ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ സ്വീകരിക്കണം. എന്തൊക്കെയാണ് 3 ഓപ്ഷൻ? 1, എന്നോടൊപ്പം കിടക്കുക, പറ്റൂലേ? രണ്ടാമത്തെ ഓപ്ഷൻ, എന്നെ അങ്ങ് കൊന്നുകളഞ്ഞേക്ക്. ഇനി അത് രണ്ടും നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് മദ്യം തരാം, അത് കുടിച്ചാലെങ്കിലും മതി.
ഇത് മൂന്നെണ്ണത്തിൽ ഏറ്റവും ചെറുതായിട്ട് നമ്മൾ വെച്ച് നോക്കുമ്പോ ഏതാ? ഇച്ചിരി മദ്യം കുടിച്ചാല് ബാക്കിയുള്ള ഇന്നൊക്കെ രക്ഷപ്പെടാമല്ലോ എന്നാണ്. ഒരു ഗ്ലാസ് കുടിച്ചു, പിന്നെയും കുടിക്കാൻ തോന്നി, രണ്ടാമതും കുടിച്ചു, പിന്നെയും തോന്നി, പിന്നെയും കുടിച്ചു. ആകെ ലഹരിയിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് മുന്നിൽ നിൽക്കുന്ന പെണ്ണിനെ പ്രാപിച്ചു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ആ ലഹരിയുടെ ആസക്തിയിൽ അവൻ ചിന്തിക്കുന്നത്, ഞാൻ നാട്ടുകാർക്കിടയിൽ വലിയ മാന്യനാണ്, വലിയ പണ്ഡിതനാണ്, വലിയ ആബിദാണ്, എന്നെക്കുറിച്ച് നാട്ടുകാർ ഇങ്ങനെ ഒരു മോശം അറിഞ്ഞാൽ എന്റെ കാര്യം എന്തായി? അതുകൊണ്ട് ഇവള് പുറത്തേക്ക് പോകാൻ പാടില്ല. അവളെ കഷ്ണങ്ങളാക്കി അവിടെ മുറിച്ചിട്ടു നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോ ചെറിയ നിലക്ക് എല്ലാ ഉമ്മയുടെയും എല്ലാ തിന്മയുടെയും ഉമ്മയാണ്, എല്ലാ തിന്മകളുടെയും താക്കോലാണ് മദ്യമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. എത്ര കൃത്യമായിട്ടാ പറഞ്ഞു തന്നത്. വെറുതെ ഒന്ന് മദ്യം സേവിക്കാമെന്ന് ചിന്തിച്ചേയുള്ളൂ, എവിടെ എത്തി കാര്യങ്ങൾ? ഏറ്റവും വൻ പാപങ്ങളിലേക്ക് പോലും അത് കൊണ്ടുവന്ന് എത്തിച്ചു. ആ ചരിത്രം വിശാലാണ്, ഞാനിപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല. അവസാനം ശിർക്ക് പോലും ചെയ്യുന്ന അവസ്ഥയിലേക്ക് ആ മനുഷ്യൻ എത്തിയിട്ടുണ്ട്. എവിടുന്നാ തുടങ്ങിയത്? മദ്യത്തിൽ നിന്നാണ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, മദ്യപിച്ച മനുഷ്യൻ വലം യതുബ്, അവൻ തൗബ ചെയ്തിട്ടില്ല എങ്കിൽ അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ പരിമളം പോലും അവന് ലഭിക്കില്ല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. 5 കാര്യങ്ങൾ അവസാന കാലത്ത് സംഭവിച്ചാൽ, 5 കാര്യങ്ങളിൽ ഒന്ന് മതി. ഫഅലൈഹിം ഉദ്ദിമാർ, അല്ലാഹുവിൽ നിന്നുള്ള അദാബ് നിങ്ങളിലേക്ക് ഇറങ്ങുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുമ്പോൾ ഈ 5ഉം ഒരുപോലെ സംഭവിക്കുന്നത് പോലെയാണ്. ഒന്ന്, ഇദാ തലാഹറ ചലാഉൻ, നിങ്ങൾക്കിടയിൽ ഭിന്നത രൂക്ഷമായാൽ. മുസ്ലിം ഉമ്മത്തെ നിങ്ങൾ തമ്മിലടിച്ചാൽ, നിങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഉണ്ടായാൽ, നിങ്ങൾക്ക് തമ്മിലടിക്കാൻ മാത്രമേ നേരുള്ളൂ, മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറഞ്ഞ് തമ്മിൽ തല്ലാനേ നേരുള്ളൂ, നിങ്ങൾക്കിടയിൽ ഐക്യത്തിന് സമയമില്ല, നിങ്ങളിങ്ങനെ കുത്തിത്തിരിപ്പായിട്ട് നടക്കാണ്. അങ്ങനെയുള്ളൊരു കാലം വന്നാൽ അള്ളാഹുവിന്റെ അദാബിനെ നിങ്ങൾ ഭയപ്പെടണേ ശഫീഉനാ റസൂലുള്ളാഹി. ഓരോ മഹല്ലുകൾ നോക്കിയ നിങ്ങൾ, എന്തോരം പ്രശ്നങ്ങളാണ്. അള്ളാന്റെ പള്ളിയിൽ വരെ തല്ല് നടക്കുന്ന കാലഘട്ടം. ഒരു മിമ്പറിൽ 2 ഖുത്ബ നടക്കാം, തമ്മിൽ തല്ല. നാണം കെട്ട സമുദായമായി മാറിയോ നമ്മൾ? ഉമ്മത്ത് മുസ്ലിമിന്റെ പേരിൽ പുറത്ത് വേദി കെട്ടിയിട്ട്, അതായത് ഒരു മഹല്ലില് അങ്ങനെയുള്ള സംഘടനക്കാരില്ല. ഇപ്പൊ ഞങ്ങളുടെ മഹല്ലിൽ ഉദാഹരണം പറയാം, അവിടെ കൊണ്ടുവന്നൊരു ഒരു സംഘടനക്കാർ പരിപാടി വെക്കുകയാണ്. അങ്ങനെ ഒരു സംഘടനയിൽ ഒരംഗം പോലും ആ നാട്ടിലില്ല. എന്നിട്ട് അവിടെ പുറത്തുനിന്ന് ബസ്സിന് കൊണ്ടുവന്ന ആൾ ഇറക്കിയിട്ട് പരിപാടി വെക്കുക. ഉമ്മത്തിൽ ഫിത്നയല്ലാതെ പിന്നെ എന്ത് താല്പര്യമാണ് ഇവരുടെ മുമ്പിലുള്ളത്? ഉമ്മത്ത് മുസ്ലിമിനെ കാഫിറാക്ക, മുശ്രിക്കാക്ക. എടോ, ആദ്യം കാഫിറാകുന്നത് ഈ പറയുന്നവന്റെ ബാപ്പയായിരിക്കില്ലേ? അല്ലേ? ഇവന്റെ വിശ്വാസപ്രകാരം സ്വന്തം ബാപ്പ കാഫിറല്ലേ? എന്നിട്ടല്ലേ ബാക്കിയുള്ള ആൾക്കാർ? ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ സംഭവിച്ചാൽ അള്ളാഹുവിന്റെ അദാബിനെ പ്രതീക്ഷിക്കണേ സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹി. രണ്ടാമത്തേത്, വഇദാ ശരിബൽ ഖംർ, കള്ളുകൂടി വ്യാപകമായാൽ, ജനറലൈസ് ചെയ്യപ്പെട്ടാൽ, പൊതുബോധം ലഹരിക്ക് അതൊന്നും കുഴപ്പമില്ല, MDMA അതിപ്പോ എല്ലായിടത്തും ഉണ്ട്, ഇങ്ങനെ ഒരു അവസരം സൃഷ്ടിക്കപ്പെട്ടാൽ അള്ളാഹുവിന്റെ അദാബിനെ ഭയപ്പെടണേ ശഫീഉനാ റസൂലുള്ളാഹി. മൂന്നാമത്തേത്, പുരുഷന്മാർ പട്ടുവസ്ത്രം ധരിക്കുന്ന കാലഘട്ടം വന്നാൽ അള്ളാഹുവിന്റെ അദാബിനെ ഭയപ്പെടണേ സയ്യിദുനാ റസൂലുള്ളാഹി. വഇദത്തഖദുൽ ഖിയാൻ, നർത്തകിമാരായ സ്ത്രീകളുടെ പിന്നാലെ ജനക്കൂട്ടം ഒഴുകുന്ന കാലഘട്ടം വന്നാൽ ഇതെന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ വ്ലോഗേഴ്സ്, ഇന്നലെയും കൂടെ ഒരു ചോദ്യം കണ്ടു, മുസ്ലിം പെൺകുട്ടി നൃത്തമാടിയാൽ ആർക്കാണ് ഇവിടെ കുഴപ്പം? വല്ലാത്തൊരു ചോദ്യമാണ്. മുസ്ലിമായി ജീവിക്കുന്നിടത്തോളം ചില ബൗണ്ടറികളുണ്ട്. ആ ബൗണ്ടറിക്കുള്ളിൽ നിൽക്കാൻ പറ്റുന്നവർ ഇവിടെ നിന്നാൽ മതി. ആരും പിടിച്ചു വലിച്ചൊന്നും നിർത്തുന്നില്ലല്ലോ, അല്ലേ? ആരെങ്കിലും പിടിച്ചു വലിച്ചു നിർത്തുന്നുണ്ടോ? ഇസ്ലാമിനെ പരിഹസിക്കാൻ കിട്ടുന്ന നമ്മൾ തന്നെ കുറെ വഴിവെച്ച് കൊടുക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ നമ്മൾ തർക്കാണ്. നമ്മളതിൽ നീ മുശ്രിക്കാണ്, നീ കാഫിറാണ്, നീ മറ്റേ മുവഹിദാണ്, നീ ജിന്ന് പൂജകനാണ്, മറ്റതാണ് മറിച്ചതാണ്. നമ്മൾ തന്നെ തമ്മിച്ചില്ലാണ്, അതിനുള്ള വഴിയൊരുക്കാൻ. ഒന്ന് പറയുമ്പോൾ അങ്ങോട്ട് മറുപടി പറഞ്ഞില്ലെങ്കിൽ പിന്നെ അവിടെ തീർന്നില്ലേ? പരസ്പരം ചെളി വാരിയെറിയുന്ന കാലഘട്ടം. ഒന്ന് പറയുമ്പോൾ മറുപടി പറയാതെ പോയാലും പ്രശ്നമാണ്, ജനങ്ങൾ തെറ്റിദ്ധരിക്കാനും കാരണമാകും. അങ്ങനെ നിരന്തരം പ്രശ്നങ്ങളുടെ പിന്നാലെ നമ്മൾ പോവാൻ. ഇന്ന് യൂട്യൂബ് വ്ളോഗേഴ്സ്, എവിടെയെങ്കിലുമൊക്കെ ഒരു വ്ളോഗർ, അങ്ങനെ ഒരു വ്ളോഗർ പെൺകുട്ടി വരുന്നുണ്ട്, ഡാൻസർ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൂടുന്ന ആളുകൾ എത്രയാണ്, സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ അള്ളാഹുവിന്റെ അദാബിനെ പ്രതീക്ഷിക്കണേ. അഞ്ചാമതായി പുണ്യനബി പറയാ, പുരുഷന് മതിയാകുന്ന കാലഘട്ടം, സ്ത്രീക്ക് സ്ത്രീയെ മതിയാകുന്ന കാലഘട്ടം, ലെസ്ബിയനിസവും ഗേയിസവും വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ അങ്ങനെയൊക്കെ ഉണ്ടാവും നബിയെ? സ്വഹാബത്ത് ചോദിക്കാൻ. 1500 കൊല്ലം മുമ്പ് ഇതൊക്കെ നേർക്കണ്ണ് കൊണ്ട് കാണുന്നത് പോലെ പുണ്യനബി പറഞ്ഞു തരണം. അങ്ങനെ ഉണ്ടാവും, അങ്ങനെ ഒരു കാലഘട്ടം വരും.
അള്ളാഹുവിന്റെ അദാബിനെ പ്രതീക്ഷിക്കണേ. സയ്യിദുനാ റസൂലുള്ളാഹ് വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അള്ളാഹു വഹി അറിയിച്ചു കൊടുത്തതല്ലാതെ അള്ളാഹുവിന്റെ ഹബീബ് ഒന്നും ഒഴിഞ്ഞിട്ടില്ല. ഹബീബായ റസൂലുള്ളാഹ് ലഹരിക്കടിമയായ മനുഷ്യൻ സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കില്ല. മദ്യം എന്ന് മാത്രമല്ല, ഖംർ, എല്ലാ ലഹരിയും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് കുറെ ചിന്തിക്കാനുണ്ട് സഹോദരങ്ങളെ, നമുക്കിടയിൽ ഉണ്ടാകും അങ്ങനെ പെട്ടുപോയ കുട്ടികൾ. അള്ളാഹു വരെ നന്നാക്കുമാറാകട്ടെ. ഇതെല്ലാം മാറ്റി നിർത്തിയപ്പോഴാണ് അവർ ഉത്തമ സമുദായമായി മാറിയത്. ഇപ്പൊ ഞാൻ നമ്മുടെ കോളേജ് എക്സ്പീരിയൻസിൽ ഒരു കാര്യം എൻ്റെ കുട്ടികളോട് പറയട്ടെ. പല പ്രോഗ്രാമുകളിൽ നിങ്ങൾ ചെല്ലുമ്പോൾ കുറച്ച് വൈനാടാ, ഇതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല, ഇത് ഹറാമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെന്നാൽ അതൊരു ബിഗിനിങ് ആയിരിക്കും. വൈനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, പിന്നെ പതിയെ പതിയെ വേറെ പലതും ടേസ്റ്റ് ചെയ്യാൻ തോന്നും. നിങ്ങൾക്ക് തോന്നാണ് എന്റെ ടെൻഷനൊക്കെ മാറി, ഇപ്പൊ ഞാനിങ്ങനെ ഒരു ഫ്രീ ബേർഡായിട്ട് പറന്നു നടക്കാൻ. താൽക്കാലികമാണ്. അതിലൂടെ നിങ്ങളുടെ ബ്രെയിൻ നശിക്കും, ശരീരം നശിക്കും, മാനസിക നില തകരും, ആങ്സൈറ്റിയും ഡിപ്രഷനും ദേഷ്യവും വാശിയുമുള്ള മനുഷ്യ സ്വഭാവങ്ങൾ മുഴുവൻ മാറി ഒരു മൃഗത്തെ പോലെ അധപ്പതിച്ചവരായി നിങ്ങൾ മാറും. 100% സയന്റിഫിക്കലി പ്രൂവൺ ആയ കാര്യമാണ്. അല്ലാതെ മദ്യം കുടിച്ച് നന്നായാരാ അവിടെ ഉള്ളത്? നിങ്ങൾ ഫജ്തനിബൂഹു, പാടെ ഒഴിവാക്കണേ, എങ്കിലേ വിജയിക്കൂ എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. പിന്നെ കുടിയന്മാർക്ക് വരുന്ന മറ്റൊരു പ്രോബ്ലം ഇമോഷണൽ ബർഡനാണ്. ജനങ്ങളുടെ മുമ്പിൽ എണീറ്റ് നടക്കാൻ പറ്റുമോ? നാണക്കേടാണ്. തലതാഴ്ത്തി നടക്കണം, എല്ലാവരും കളിയാക്കും. മറ്റൊന്ന് ഇക്കോണമിക്കൽ ബർഡനാണ്. അത് കയ്യിലുള്ള പൈസ മുഴുവൻ കുടിച്ചു തൊലച്ചു. കുടിച്ചു സ്ഥലം പോലും വിറ്റ് കുടിച്ച മനുഷ്യർ, വീട് വിറ്റ് കുടിച്ച മനുഷ്യർ, സ്വന്തം ഭാര്യയുടെ കെട്ടുതാലി വിറ്റ് കുടിച്ച മനുഷ്യർ. ഇക്കോണമിക്കൽ ബർഡൻ. അങ്ങനെ എല്ലാം തകർന്നു നിൽക്കുമ്പോ ഖുർആൻ പറയുന്നുണ്ട്, കുടുംബം നിങ്ങൾക്ക് എന്തിനാ? സമാധാനത്തിന്. ലിതസ്കുനു ഇലൈഹ എന്നല്ലേ പറഞ്ഞ ഖുർആൻ? സമാധാനത്തിന്. അവളിലേക്ക് വന്ന് നീ ചാഞ്ഞു നിൽക്കുമ്പോ ലോകത്തുള്ള മുഴുവൻ പ്രശ്നങ്ങളും അലിഞ്ഞില്ലാതാകുന്നത് പോലെ അതിനുപോലും പറ്റാത്ത നിലക്ക് നിന്റെ ബുദ്ധിയെ തകർത്ത് കളയും, നിന്റെ ജീവിതം തകർത്ത് കളയും മദ്യപാനം. സയ്യിദുനാ റസൂലുള്ളാഹ്. അതുപോലെ തന്നെ ഇഫക്ട്സ് ഓൺ ദി ഡെവലപ്പിംഗ് ഫീറ്റസ് ആൻഡ് ചിൽഡ്രൻ. കുട്ടികൾ ഉണ്ടാകാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെ എന്ത് ഓരോന്ന് തൊട്ട് കഴിഞ്ഞാൽ പ്രശ്നങ്ങളുടെ ഒരു മഴ ഇങ്ങനെ പെയ്യാൻ. മദ്യപാനം കൊണ്ടൊരു നന്മയും നിങ്ങൾക്ക് വരാനില്ല, ഒരു നന്മയും നിങ്ങൾക്ക് വരാനില്ല. ഇതില് വലിയ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ട്. ഖത്തീബുമാര് സംസാരിക്കണം, നിരന്തരം സംസാരിക്കണം, ഇറങ്ങി ദഅവത്ത് ചെയ്യണം. പക്ഷെ അത് മാത്രം മതിയോ? ഞാൻ എപ്പോഴും നല്ലതാണെന്നുള്ളൊരു തോന്നലാണ് എല്ലാവർക്കും ഉള്ളത്. എന്റെ കുട്ടി കള്ളു കുടിച്ചത് ഖത്തീബ് കൊള്ളൂല അഞ്ഞിട്ടാണെന്നാണ്. നമ്മൾ പണിയെടുക്കണം, പണ്ഡിതന്മാര് പണിയെടുക്കണം. മഹല്ലിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. മഹല്ലിറങ്ങി പണിയെടുക്കണം, ജനങ്ങളെ ബോധവൽക്കരിക്കണം, വിദ്യാർത്ഥികളെയൊക്കെ ചേർത്ത് പിടിച്ചിട്ട് ഇതിന്റെ വശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കണം. സിംപ്ലി അവരുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി ആരെങ്കിലും വന്ന് ഇങ്ങനെ ഒന്ന് കൊടുക്കുന്നതായിരിക്കും. ആ ടേസ്റ്റ് വല്ലാതെ അത് വല്ലാത്തൊരു സമാധാനം ഉണ്ടാക്കിയെന്നാണ് അവരുടെ മനസ്സിൽ തോന്നുക. അതവരെ കൊണ്ടുചെന്ന് ചാടിക്കുന്നത് ഏറ്റവും വലിയ കുഴിയിലേക്കാണെന്നുള്ള ബോധ്യം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കാൻ മഹല്ലുകൾ മുന്നിട്ടിറങ്ങണം. അങ്ങനെ മദ്യമുക്തമായ ഒരു സമൂഹം, നമ്മുടെ ഉമ്മത്ത് മുസ്ലിം ഒരുപാട് പേര് പെട്ടുപോയിട്ടില്ലേ? നമ്മുടെ മഹല്ല് അതിൽ പെട്ടുപോകാൻ പാടില്ല. നമ്മുടെ മഹല്ലിൽ അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ മാറ്റിയെടുക്കാൻ നമ്മുടെ ഭാഗത്തുനിന്ന് പരിശ്രമം ഉണ്ടാകണം. ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും നന്നാക്കുമാറാകട്ടെ.